സംസ്ഥാനത്ത് ദേശീയ പണിമുടക്ക് പുരോഗമിക്കുന്നു. KSRTC ബസ് സർവീസുകൾ ഉൾപ്പെടെ മുടങ്ങിയതോടെ ദീർഘദൂര യാത്രക്കാരെ ബാധിച്ചു. വിവിധയിടങ്ങളിൽ സർവീസ് ആരംഭിച്ച KSRTC ബസ്സുകൾ തടയുന്ന സാഹചര്യമുണ്ടായി. തിരുവനന്തപുരം തമ്പാനൂർ ഡിപ്പോയിൽ KSRTC ബസ് വട്ടമിട്ട് സർവീസ് തടഞ്ഞു. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ട്രെയിൻ ഇറങ്ങിയ ആളുകൾ കാത്തുകിടക്കുകയാണ്. തമ്പാനൂർ ടെർമിനലിൽ നിന്ന് KSRTC സർവീസുകൾ ഇല്ല. ചുരുക്കം ചില ഓട്ടോറിക്ഷകൾ നിരത്തുകളിൽ ഇറങ്ങി. RCCയിലേക്കും മെഡിക്കൽ കോളേജിലേക്കുമുള്ള രോഗികൾക്ക് പോലീസ് വാഹനം സജ്ജമാക്കി. പത്തനംതിട്ട KSRTC ഡിപ്പോയിൽ നിന്ന് കൊല്ലത്തേക്ക് പോയ ബസ് സമരാനുകൂലികൾ തടഞ്ഞു. കൊച്ചിയിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള സ്വിഫ്റ്റ് ബസ് തടഞ്ഞു. തിരുവനന്തപുരം ടെക്നോ പാർക്കിലേക്കുള്ള വാഹനങ്ങൾ ഓടുന്നുണ്ട്. പോലീസ് അകമ്പടിയിൽ വാഹനങ്ങൾ കോൺവോയ് ആയാണ് പോകുന്നത്. ഇടുക്കിയിൽ KSRTC സർവീസ് നടത്തുന്നുണ്ട്. കട്ടപ്പനയിൽ നിന്നും 15 ബസ്സുകളും കുമളിയിൽ നിന്നും 5 ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നു. കട്ടപ്പനയിൽ നിന്ന് വന്ന സൂപ്പർഫാസ്റ്റ് ബസ് പോലീസ് എസ്കോർട്ടോടെ തിരുവനന്തപുരത്തേക്ക് പോയി. മലപ്പുറം KSRTC ഡിപ്പോയിൽ നിന്ന് ഹരിപ്പാടിലേക്കും കോഴിക്കോടിലേക്കും സർവീസ് ആരംഭിച്ചു. പേരൂർക്കട ഡിപ്പോയിൽ സമരാനുകൂലികൾ ബസ് തടഞ്ഞു. ഇലക്ട്രിക് ബസ്സുകൾ ചാർജ് ചെയ്യുന്നതിനായി തമ്പാനൂർ, പാപ്പനംകോട്, സെൻട്രൽ വർക്ക്സ് എന്നിവിടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഡ്രൈവർ എത്തിയപ്പോഴാണ് സമരാനുകൂലികൾ ബസ്സുകൾ തടഞ്ഞത്. കൊച്ചിയിൽ മെട്രോ സർവീസിന് മുടക്കമില്ല. അതേസമയം ഇഗ്നോ പരീക്ഷകൾക്ക് മാറ്റമില്ല. PG പരീക്ഷകൾ നടക്കും. ഇന്ന് അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക്.